ഹായ് ഫ്രണ്ട്സ്, UGC നെറ്റ് JRF കൊമേഴ്സ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഇന്നൊരു സ്പെഷ്യൽ സെഷൻ നൽകാൻ വേണ്ടി പോവുകയാണ്. സെലക്ടഡ് PYQ പ്ലസ് എക്സ്പെക്റ്റഡ് MCQ. അതായത് UGC നെറ്റ് JRF കൊമേഴ്സ് എക്സാമിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. If price of any commodity decreased by 20%, then the demand for that product increases by 40%, then the elasticity of demand would be, this one is the question. 4 options are given: perfectly elastic, perfectly inelastic, unitary elastic or unit elastic, highly elastic. ചോദ്യം ഇതാണ്: 20% പ്രൈസ് കുറഞ്ഞപ്പോൾ അവിടെ ഡിമാൻഡ് എത്രയായിട്ട് കൂടി? 40% ആയിട്ട് കൂടി. പ്രൈസിനേക്കാൾ കൂടുതൽ ഡിമാൻഡാണ് ഇവിടെ. പ്രൈസ് 20, ഡിമാൻഡ് 40. ഓക്കെ, ഹിയർ വാട്ട് ഡിമാൻഡ്? ദാറ്റ് ഈസ് ED മോർ ദാൻ 1 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ? ED മോർ ദാൻ 1, ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മോർ ദാൻ 1. പ്രൈസിനേക്കാൾ കൂടുതലാണ് ഡിമാൻഡ് എങ്കിൽ ദാറ്റ് ഈസ് ഹൈലി ഇലാസ്റ്റിക്. ഇതേ ചോദ്യം ഞാൻ വേറെ രീതിയിൽ ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. പ്രൈസ് 20യും ഡിമാൻഡ് ഓൾസോ ബി 20 സെയിം ആണ്. പ്രൈസും ഡിമാൻഡും സെയിം പ്രൊപ്പോർഷനിലാണ് ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക എങ്കിൽ ദിസ് വൺ വിൽ ബി ദ യൂണിറ്ററി ഇലാസ്റ്റിക്. That is called ED is equal elasticity of demand is equal to 1. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ it is unit elastic or unitary elastic. One more question I can hear. One more question. Yes. പ്രൈസ് 20 ആണ്, ഡിമാൻഡ് 10 ആണ്. പ്രൈസിനേക്കാൾ താഴെയാണെങ്കിൽ that may be less elastic. Here may be less elastic. പ്രൈസ് 20 ആണ്. ഇവിടുത്തെ ചോദ്യത്തിൽ എങ്ങനെയാണ്? പ്രൈസ് 20 ആണ്, ഡിമാൻഡ് 40 ആണ്. പ്രൈസിനേക്കാൾ മുകളിലാണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് പ്രൈസിനേക്കാൾ മുകളിലാണെങ്കിൽ ഇറ്റ് ഹൈലി ഇലാസ്റ്റിക്. ദാറ്റ് ഈസ് ED, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മോർ ദാൻ 1. ദാറ്റ് ഈസ് കോൾഡ് ഹൈലി ഇലാസ്റ്റിക്. സെയിം ആണെങ്കിലോ യൂണിറ്ററി ഇലാസ്റ്റിക്. ദാറ്റ് യു ഷുഡ് റിമെമ്പർ. ഹിയർ ദ പോയിന്റ് that you should remember is elasticity of demand is depend upon the percentage changes in the price and percentage changes in the demand. Okay, പ്രൈസിന്റെ മുകളിൽ ഡിമാൻഡ് പോവുകയാണെങ്കിൽ എബോവ് ദ പ്രൈസിന് മുകളിൽ ഡിമാൻഡ് പോവുകയാണ് എങ്കിൽ ഇറ്റ് വിൽ ബി ഹൈലി ഇലാസ്റ്റിക്. ലെസ് ദാൻ ദ പ്രൈസ് ആണെങ്കിലോ, ഡിമാൻഡ് ലെസ് ദാൻ ദ പ്രൈസ് ആണെങ്കിലോ ദാറ്റ് വുഡ് ബി ലെസ് ഇലാസ്റ്റിക്. പ്രൈസ് ഡിമാൻഡ് ഓൺ ദ സെയിം പ്രൊപ്പോർഷൻ ആണെങ്കിലോ യൂണിറ്ററി ഇലാസ്റ്റിക്. ദാറ്റ് യു ഷുഡ് റിമെമ്പർ. വൺ മോർ I will explain. Price 20%, demand 40%, above the price, that is called highly elastic. Highly elastic is the right answer. Okay, next question. Which of the following is not an act administered by RBI? RBI യുടെ കീഴിലല്ലാത്ത ആക്ടുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. Okay, this was the option. RBI Act 1934, Public Debt Act 1944, Government Securities Act 2006, then none of the above. This was the option. These 3 acts are included under the purview of RBI. Okay, these 3 acts are under the RBI. What are they? RBI Act 1934, then Public Debt Act 1944, then Government Securities Act 2006. So, which one is the option? Which is correct answer? Which of the following is not an act? Okay, not an act. These 3 are included under the purview of the RBI, administered by RBI. So the answer is none of the above is the answer. Yes. Next question. Which of the following is not related to special mention account? Okay, which of the following is not related to the special mention account? What do you mean by special mention account? First you understand that point. നമുക്കറിയാം 90 ദിവസത്തിന് മുകളിൽ മോർ ദാൻ 90 ഡേയ്സ് 90 ദിവസത്തിന് മുകളിൽ
ഇൻട്രസ്റ്റ്, അതായത് നിങ്ങൾ എടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റ് ഒന്നും തിരിച്ചടക്കുന്നില്ല എങ്കിൽ, ഇൻട്രസ്റ്റ് കമ്പോണന്റ് ഒന്നും തിരിച്ചടക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ അസറ്റിനെ എന്തായിട്ട് കണക്കാക്കും? NPA ആയിട്ട് കണക്കാക്കും. നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, ഇഫ് യു ആർ നോട്ട് പേയിങ് ദ ലോൺ വിത്തിൻ 90 days, നോട്ട് ഓൺലി ലോൺ, സോറി ലോൺ അല്ല, ഇൻട്രസ്റ്റ് കമ്പോണന്റ്. നിങ്ങൾ ഇൻട്രസ്റ്റ്, ഒരു ലോൺ എടുത്തതിന്റെ ഇൻട്രസ്റ്റ് കമ്പോണന്റ് യു ഷുഡ് നോട്ട് പെയ്ഡ് ഇൻ ദ 90 days, വിത്തിൻ ദ 90 days, then it will be treated as NPA, നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അതിന് താഴെയുള്ള ചില കാറ്റഗറികളായിട്ടാണ് നമ്മൾ ഇവിടെ തരംതിരിക്കുന്നത്. 1 to 30 days വരെ ആണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ മെൻഷൻഡ് അക്കൗണ്ട് 0 എന്ന് പറയും. ദെൻ 31 to 60 days ആണെങ്കിൽ സ്പെഷ്യൽ മെൻഷൻഡ് അക്കൗണ്ട് 1 എന്ന് പറയും. 61 to 90 days ആണെങ്കിൽ സ്പെഷ്യൽ മെൻഷൻഡ് അക്കൗണ്ട് 2 എന്ന് പറയും. ഓക്കെ, മോർ ദാൻ 90 days ആണെങ്കിലോ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് NPA. ഓക്കെ, you should understand this point. SMA, special mentioned account. Okay, 1 to 30 days SMA 0, 31 to 60 days SMA 1 category assets, SMA 1 category assets or SMA 1 category loans. Then 61 to 90 days SMA 2. So the answer is none of the above. That is special mention account. You should carefully observe that special mention account. Okay, special mention account and their days: 1 to 30 days special mention account 0, then 31 to 60 days special mention account 1, then 61 to 90 days special mention account 2. So the answer is, which of the following is not related to special mention account? That is the question. So the answer is none of the above. Which of the following is a credit rating agency? Yes, ICRA is a credit rating agency. Onicra is a credit rating agency. CRISIL is a credit rating agency. So the answer is all of the above is a credit rating agency. All of the above is a credit rating agency. Please wait 1 minute. Please wait it. Yes. What is the full form of ICRA? ICRA. Investment Information and Credit Rating Agency. 1991. This one is a credit rating agency. What do you mean by credit rating? It is the credit worthiness of an institution. What do you mean by the credit worthiness? ഒരു സ്ഥാപനത്തിന്, ഒരു ബാങ്കിന് ക്രെഡിറ്റ് പണം കടമായിട്ട് കൊടുക്കാനുള്ള കഴിവുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, ICRA is a credit rating agency. Then Onicra full form Oneida Credit Rating Agency of India. 1993. ICRA head office is located in Haryana. Onicra also Haryana. ICRA and Onicra also Haryana. Both are credit rating agencies. ICRA 1991, Onicra 1993. Both are located in, head office is located in Haryana. Okay, ICRA full form in Investment Information Credit Rating Agency. Then Onicra, Oneida Credit Rating Agency of India Limited. Then CRISIL. That you know about CRISIL. Credit Rating Information Service of India Limited. In the year CRISIL, in the year 1987, head office is located in Mumbai. Okay, ICRA year 1991. Then Onicra here 1993. 1991 ICRA, 1993 Onicra, CRISIL 1987. Okay, ICRA and Onicra situated in, head office situated in Haryana, CRISIL situated in Mumbai. Okay, these three are the credit rating agencies. Okay, then
All of the above is right answer. Which of the following is a credit rating agency? Then, out of the following capital budgeting technique, which of the combination code represents the discounted cash flow method? Repeated questioning area given to 3 star here because repeated questioning area. Yes. Out of the following capital budgeting technique, which one of the combination code represents the discounted cash flow method? Yes. Internal rate of return, profitability index, net present value. These three are using discounted cash flow. Internal rate of return. Payback period, not that point. Payback period എന്ന് പറയുന്നത് ഒരു എത്ര വർഷം കൊണ്ട് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിക്കവറിയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. 10,000 രൂപ കൊടുത്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 10K കൊടുത്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എത്ര വർഷം കൊണ്ട് നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും എന്നതാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് പേ ബാക്ക് പീരീഡ്. ഇയർ ആണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര വർഷം കൊണ്ട് ആ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ് പേ ബാക്ക് പീരീഡിന്റെ അർത്ഥം. പേ ബാക്ക് പീരീഡിൽ നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഉപയോഗിക്കുന്നില്ല. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? ഇന്നത്തെ പണത്തിന് നാളത്തെ മൂല്യം, അല്ലെങ്കിൽ നാളത്തെ പണത്തിന് ഇന്നത്തെ മൂല്യം, അതൊക്കെ നമ്മൾ ആ ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ലോഗരിതം ടേബിൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, പേ ബാക്ക് പീരീഡിൽ അതിന്റെ ആവശ്യമില്ല. പേ ബാക്ക് പീരീഡിൽ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് എ ഇയർ ആണ് നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിക്കവറി പീരീഡ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതർ തിങ്സ് ആർ യൂസിങ്, ഇന്ന് നമ്മൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ എത്ര നമുക്ക് തിരിച്ചു കിട്ടും, യൂസിങ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, നെറ്റ് പ്രസന്റ് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം. ഔട്ട് ഓഫ് ദ ഫോളോയിങ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് വിച്ച് വൺ ഓഫ് ദ കോമ്പിനേഷൻ കോഡ് റെപ്രസെന്റ് ദ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ 1, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 3, നെറ്റ് പ്രസന്റ് വാല്യൂ 4. 1, 3, 4 ആണ് റൈറ്റ് ആൻസർ വരിക. 1, 3, 4 ആണ് റൈറ്റ് ആൻസർ വരിക. യെസ്, 1, 3, 4 is the answer. Got it? I think got it. Next question. Yes, which of the following is not the characteristics of payback period method? Just think it. Which of the following is not the characteristics of payback period method? Not the characteristics of payback period method. That is the questioning area. Not the characteristics of payback period method. That is the question. Just think it. First one. It is a method involves in the cost recovery. ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. എത്ര വർഷം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് പേ ബാക്ക് പീരീഡ്. കോസ്റ്റ് റിക്കവറി, നോട്ട് പ്രോഫിറ്റബിലിറ്റി. കോസ്റ്റ് റിക്കവറി തന്നെയാണ് നമ്മൾ നോക്കുന്നത്. എത്ര വർഷം കൊണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും, എത്ര പീരീഡ് കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും എന്നതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്, പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ നോക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി. നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിരുന്നു. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഉപയോഗിക്കാത്ത ഒരു ടെക്നിക്കാണ് എന്ന് പറയുന്നത് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ, അതായത് ടൈം വാല്യൂ ഓഫ് മണി ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. Then it does not consider the time value of money. അതുകൊണ്ട് ഇതും റൈറ്റ് ആൻസർ ആണ്. Then it does not consider the risk associated with ഇത്ര റിസ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താ പറയുക, പേ ബാക്ക് പീരീഡിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എത്ര പീരീഡ് കൊണ്ട് നമുക്കത് തിരിച്ചു കിട്ടും എന്ന കാര്യം മാത്രമേ നമ്മൾ അത് അനലൈസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യം നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. എന്താ പറയുക, അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. ഓൺലി ദ റിക്കവറി ഓൺലി. Time value of money, discounted cash flow, risk, only on not one any of the factors are considered. Okay, ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓൺലി ദ റിക്കവറി ഫാക്ടർ ദാറ്റ് യു ഷുഡ് കൺസിഡർ ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. While calculating the payback period method, you should consider only what? Cost recovery. The only factor that you should consider while calculating the payback period method. Does not consider the risk, does not consider the time value of money, does not consider the does not consider the time value, does not consider the risk, and does not consider one more thing.
Discounted cash flow not considered. Cost recovery only. Okay. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലൊക്കെ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതും കറക്റ്റ് ആയിട്ട് ആൻസർ തന്നെയാണ്. നോട്ട് ദ എന്നാണ് ചോദിക്കുന്നത്. നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേ ബാക്ക് പീരീഡ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊജക്ട്. അതും കറക്റ്റ് ആണ്. ഡസ് നോട്ട് കൺസിഡർ ദ റിസ്ക് കൺസിഡർ ചെയ്യുന്നില്ല. റിസ്ക് കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ആൻസർ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ്. സോ ദ ആൻസർ ഈസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ്. ഇറ്റ്സ് വെരി ഈസി ടു കാൽക്കുലേറ്റ്. നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡിൽ ഏറ്റവും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു കാൽക്കുലേറ്റ്, നോട്ട് ആസ് മച്ച് ആസ് ഡിഫിക്കൽട്ട് ഒക്യൂർ ഇൻ കേസ് ഓഫ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ഈസ് wrong. These three are right statement. This is the wrong statement. In capital budgeting, the term capital rationing implies. Capital rationing എന്ന് പറയുന്നത് എന്താണ്? Rationing. What is the term used in the rationing? What is the term used in the rationing? What is the term? What actually mean by rationing? Limited fund that are available for investment. നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മതിയായ പണമില്ല, അതായത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പണം മാത്രമേ ഉള്ളൂ. കോൺസ്റ്റന്റ് ആണ്. മണി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1 lakh rupees ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ 1 lakh rupees ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ, 1 lakh rupees, ലിമിറ്റഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ. 1 lakhൽ കൂടുതൽ നിങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല. 1 lakh rupees മാത്രമേ ഉള്ളൂ. ദിസ് ലിമിറ്റഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? ദാറ്റ് ഈസ് റേഷനിങ്. ക്യാപിറ്റൽ റേഷനിങ് ഇൻവോൾവ്സ് ദാറ്റ് ദി ലിമിറ്റഡ് ഫണ്ട്സ് ആർ അവൈലബിൾ ഫോർ ദ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ലിമിറ്റഡ് ഫണ്ട്സ് ആർ അവൈലബിൾ ഫോർ ദ ഇൻവെസ്റ്റ്മെന്റ് ഈസ് കോൾഡ് ദ ക്യാപിറ്റൽ റേഷനിങ് ടെക്നിക്. That is, limited funds are available for the investment. So the option B is the right answer. Okay, next question. Which of the following describes the relationship between the systematic risk and return? Systematic risk and return. Just think it. I will be given to you 30 seconds. 30 seconds. നിങ്ങൾ 30 seconds ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, കെയർഫുള്ളി സീ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, 30 seconds I will be given to you. Please think the question and answer it. Very easy question, I think. Very easy question. Repeated nature question. Please give the answer carefully. Give the answer. Yes. The answer is capital asset pricing model. Capital asset pricing model equation എന്താ? നമുക്കൊരു റിസ്ക് ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മളൊരു സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള റിസ്ക് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എത്ര റിട്ടേൺ കിട്ടും എന്നതാണ് CAPM മോഡലിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് ബീറ്റ ഇൻറ്റു മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ്. അതായത് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതായത് മാർക്കറ്റ് റിട്ടേൺ, അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ഷെയറിന്റെ വാല്യൂ, അതുപോലെ തന്നെ റിസ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എത്ര റിട്ടേൺ കിട്ടും എന്ന കാര്യം മനസ്സിലാക്കുകയാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ നമ്മൾ പ്രധാനമായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. റിസ്ക്കും അതുപോലെ തന്നെ റിട്ടേൺ ആണ് മെയിൻ ഫാക്ടർ. ഓക്കെ, ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ പറയാം: റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് ബീറ്റ ഇൻറ്റു മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ്. ഓക്കെ, യെസ്,
ഇത് സാധാരണ ഇതിൽ പ്രോബ്ലമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ വെരി ഈസി ടു ആൻസർ. ഓൺലി നീഡഡ് ടു സ്റ്റഡി ദ ഇക്വേഷൻ റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് beta value should be given in the question paper beta value surely given. Risk free rate plus beta into market return minus risk free rate. Okay, then so the answer is capital asset pricing model. The risk and return analysis, capital asset pricing model. A lease which is not generally cancelable, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ലീസ് എഗ്രിമെന്റിനെ നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റും? സെയിൽ ആൻഡ് ലീസ് ബാക്ക്, ഓപ്പറേറ്റിംഗ് ലീസ്, ഫിനാൻഷ്യൽ ലീസ്, ഇക്കണോമിക് ലീസ്. These are the options. What is the answer? So we move on the answer. Answer is finance lease. What is finance lease? നിങ്ങളൊരു കാറ് ലോൺ എടുത്തിട്ട് വാങ്ങാമെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളിങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കാറിന് എന്ത് ചെയ്യും? ലോൺ എമൗണ്ട് ഇങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് കാർ ലഭിക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് കാർ ലഭിക്കുക? നിങ്ങൾ മുഴുവൻ പണവും മുഴുവൻ ലോൺ എമൗണ്ട് തിരിച്ചടക്കുന്ന സമയത്താണ് നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ ഓണർഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കാർ ലഭിക്കുക. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ലീസ്. ലോങ് പീരീഡ് 3-4 വർഷത്തേക്കായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുക? ഒരു കാർ വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്, ഒരു സ്കൂട്ടി വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ലോൺ എടുക്കുക. ഫൈനലി ദാറ്റ് അസറ്റ് ഷുഡ് ബി അണ്ടർ ദ ഓണർഷിപ്പ് ഓഫ് യു. നിങ്ങളുടെ ഓണർഷിപ്പിൽ തന്നെ എന്ത് ചെയ്യും? അവസാന അസറ്റ് എന്ത് ചെയ്യും? ആവും. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ലീസ്, ലോങ്ങർ പീരീഡ്. ആസ് കമ്പയർ ടു ഫിനാൻഷ്യൽ ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ് ഈസ് ഷോർട്ടർ പീരീഡ്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് ഷോർട്ടർ പീരീഡ് ആണ്. Okay, these two are very important one. Financial lease is a longer lease and operating lease is a shorter lease. ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലീസ്, ഇങ്ങനെയുള്ള ലീസിന്റെ ടൈപ്പുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു എംകോമിന്റെ വീഡിയോയിൽ, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എംകോമിന്റെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫിനാൻഷ്യൽ ലീസ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലീസ്, സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നീട് വേറൊരു കാര്യം പറയാനുള്ളത്, ദിസ് വൺ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഒരു ക്രാഷ് കോഴ്സിന്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 2 വീഡിയോ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് റെഫർ ചെയ്യാം. ലീസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ലീസിംഗ് എന്ന് പറയുന്നത്. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് വിശദമായി പരിശോധിക്കാം. കൂടുതൽ കാര്യങ്ങൾ ലീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. PG എംകോമിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. എംകോം 4th സെമസ്റ്ററിന് എക്സാമിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. എംകോമിലെ 4th സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് അടിസ്ഥാനത്തിലാക്കിയ വീഡിയോ ആണ്. പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ലീസിംഗുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ when a loan will be NPA, ഒരു ലോൺ നോൺ പെർഫോമിംഗ് അസറ്റ് ആവുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 90 ദിവസത്തിന് മുകളിൽ നിങ്ങൾ ഇൻട്രസ്റ്റ്, ഒരു ലോൺ എടുത്തിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് അടക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അത് നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അത് നമുക്ക് എന്തായാലും അറിയാം. പക്ഷേ ഈ 3 കാര്യങ്ങളിലും 90 ഡേയ്സ് ആണല്ലോ പറയുന്നത്. ഓപ്ഷൻ എയിലും 90 ഡേയ്സ്, ഓപ്ഷൻ ബിയിലും 90 ഡേയ്സ്, ഓപ്ഷൻ സിയിലും 90 ഡേയ്സ് ആണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓർ ലോൺ ഇൻസ്റ്റാൾമെന്റ് ഓവർ ഡ്യൂ ഫോർ എ പീരീഡ് ഓഫ് more than 90 days. Please wait. Okay. Interest on loan amount overdue for a period of more than 90 days. 90 ദിവസത്തിന് മുകളിൽ ലോൺ തിരിച്ചടക്കാത്ത, ഇൻട്രസ്റ്റ് കമ്പോണന്റ് തിരിച്ചടക്കാത്ത അവസ്ഥ, that is considered as NPA. That is your loan. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻട്രസ്റ്റ് ആൻഡ് ലോൺ
എമൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എമൗണ്ട് ദാറ്റ് ഈസ് മോർ ദാൻ 90 days 90 ദിവസത്തിനുള്ളിൽ ലോണിന്റെ ഇൻട്രസ്റ്റ് കമ്പോണന്റ് തിരിച്ചടക്കാൻ വേണ്ടി കഴിയുന്നില്ല എങ്കിൽ വിൽ ബി ട്രീറ്റഡ് ആസ് NPA. Then account is out of order for more than 90 days in case of overdraft or a cash credit. Overdraft സംഭവിച്ചു, അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ് ഉണ്ടായി, നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ഒന്നും തന്നെ ഇല്ല, ഔട്ട് ഓഫ് ഓർഡർ ആണ്, ട്രാൻസാക്ഷൻ ഒന്നും തന്നെ നടക്കുന്നില്ല, 90 ദിവസമായി. ദിസ് ഈസ് ഓൾസോ ബി കൺസിഡർ ആസ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ദെൻ ബിൽ റിമെയിൻസ് ഓവർഡ്യൂ. അതായത് ബില്ല് 90 ദിവസത്തിനുള്ളിൽ പേ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓവർഡ്യൂ ആയി പേ ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. ദാറ്റ് ഈസ് 90 daysനുള്ളിൽ പേ ചെയ്യേണ്ടതായിരുന്നു, 90 ദിവസത്തിനുള്ളിൽ പേ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് ഈസ് റിമെയിൻസ് ഓവർഡ്യൂ. അവിടെ ഒരു കടം വന്നു, ബില്ല് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കമ്പോണന്റ്, അക്കൗണ്ട് ഔട്ട് ഓഫ് ഓർഡർ, ഇതൊക്കെ NPA ആയിട്ട് കൺസിഡർ ചെയ്യും. മോർ ദാൻ 90 days, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. മോർ ദാൻ 90 days തന്നെ ആണോ നോക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെസ് ദാൻ 90 days എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. മോർ ദാൻ 90 days ഈസ് കൺസിഡർ ആസ് NPA. So the answer is all the above. All of the above is the answer. Okay. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ലീസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് കൊടുക്കാം. ദെൻ അപ്പോൾ നമ്മളൊരു 10 questions ആണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. 10 questions വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 6th question ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ദെൻ 5th question ഓൾസോ ബി ഇമ്പോർട്ടൻറ്റ്. വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ദെൻ വി വിൽ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. Capital market. We will take into consideration the capital market. ഓക്കെ, നമുക്കൊരു സ്ലൈഡ് കൂടെ നോക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ കീ ഫോക്കസിങ് ഏരിയ ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ജസ്റ്റ് കുറച്ച് കാര്യങ്ങളാണ്. പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, ആനിമൽസ് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ആനിമൽസ് അതായത് കുറച്ച് ജീവികളുണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ. അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആനിമൽസ് ഓഫ് ദ ക്യാപിറ്റൽ ഓർ സ്റ്റോക്ക് മാർക്കറ്റ്. കുറച്ച് ജീവികളുണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബുൾ, ബിയർ, സ്റ്റാർക്സ്, ലെയിം ഡക്ക്, റാബിറ്റ്സ്, ടേർട്ടിൽ, പിഗ്സ്, ചിക്കൻ, ഷീപ്സ്, ഓസ്ട്രിച്ച്, വോൾസ്. ദീസ് ആർ we will consider all the things we will consider. Okay, first you understand the capital market in India regulated by who? SEBI. The answer is SEBI. Securities and Exchange Board of India regulate the capital market. Who regulated the money market? RBI regulated the money market. SEBI regulated the capital market. Okay, there are primary market and secondary market. Financial markets are broadly classified into two categories: primary market and secondary market. Primary market is also called new issue market, that is NIM. New issue market also be called NIM. Then the secondary market, ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുക. നിങ്ങൾക്കറിയാം, ഇത് ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. പ്രൈമറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുക പുതിയ സെക്യൂരിറ്റീസ് ആണ്. ദെൻ ആനിമൽസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. കുറച്ച് ജീവികളുണ്ട്, നമുക്ക് നോക്കാം. ബുൾ, ബിയേഴ്സ്, സ്റ്റാഗ്സ്, ലെയിം ഡക്ക്, റാബിറ്റ്, ടേർട്ടിൽ, പിഗ്സ്, ചിക്കൻ, ഷീപ്സ്, ഓസ്ട്രിച്ച്, വോൾസ്. ഓരോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ബുൾ, വെയിറ്റ്, okay, please wait. Yes, bull. A bull is a speculator who anticipates rise in the prices. പ്രൈസ് കൂടുമെന്ന വിശ്വാസത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവർ ഷെയറുകളൊക്കെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. പ്രൈസ് കൂടും. ദർ ആർ ഒപ്റ്റിമിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ. എല്ലാം ഒരു പോസിറ്റീവ് എനർജിയോടെ അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഭാവിയിൽ വില കൂടും എന്ന ചിന്താഗതിയോട് കൂടിയാണ് ബുൾ. ആ ഒരു മാർക്കറ്റിൽ നമ്മൾ അങ്ങനെയാണ് പറയുക, ഭാവിയിൽ വില കൂടും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, ഷെയറുകൾ വാങ്ങുകയൊക്കെ ചെയ്യുക. ദാറ്റ് ഈസ് ഒപ്റ്റിമിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ. ആന്റിസിപ്പേറ്റ്
a rise in the price in the future. Future, there may be a rise in the price. Okay, that is called bullish market. Bullish market. Bullish market. Okay, understand? Next one, bear. Who anticipated there is a fall in the price in the securities? Totally opposite of the bulls. Bullsന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബിയർ എന്ന് പറയുന്നത്. Opposite term of the bull. Opposite term of the bull. Bear. Totally opposite term of the bull. Who anticipated there is a fall in the price of the securities. There is a fall in the price of the securities. ഭാവിയിൽ ഷെയറിന് വില കുറയും എന്ന കാരണത്താൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ that is called bear. Okay. Totally that market is called bearish market. Bearish market എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബിയറിഷ് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ബിയറിഷ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തരാം. ബിയറിഷ് മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് വിച്ച് ഇൻവോൾവ്സ് ദ റൈസ് ഇൻ ദ പ്രൈസ്. ബിയറിഷ് മാർക്കറ്റ് വിച്ച് ഇൻവോൾവ്സ് ദ റൈസ് ഇൻ ദ പ്രൈസ്. ഭാവിയിൽ പ്രൈസ് റൈസ് ചെയ്യുമെന്ന വിശ്വാസത്തിൽ വാങ്ങുകയാണെങ്കിൽ അത് ബിയറിഷ് മാർക്കറ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണോ ഫോൾസ് ആണോ എന്ന് ചോദിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ് അല്ലേ? ഭാവിയിൽ വില കുറയും എന്ന വിശ്വാസത്തിലാണ് എന്ത് ചെയ്യുന്നത്? ബിയറിഷ് മാർക്കറ്റിൽ ഷെയറുകൾ വാങ്ങുന്നത്. ഭാവിയിൽ വില കുറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഇവിടെ കൺസിഡർ ചെയ്യും. ബിയറിഷ് മാർക്കറ്റിൽ കൺസിഡർ ചെയ്യും. യെസ്, ലൈക്ക് ഭാവിയിൽ വില കുറയാന്നുള്ള ഒരു കൺസിഡറേഷൻ കൂടി ഇവിടെ കൊടുക്കും, ബിയർ കൊടുക്കും. അതുപോലെ തന്നെ ബുള്ളിലോ ഭാവിയിൽ വില കൂടുമെന്ന പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, ഒന്നും തന്നെ ബാധിക്കില്ല. അതായത് കൊറോണ വന്നാൽ പോലും ഒരു മഹാമാരി വന്നാൽ പോലും ഭാവിയിൽ വില കൂടുമെന്ന ചിന്താഗതി മാത്രമേ ഇവിടെ ഉള്ളൂ, ബുള്ളിഷ് മാർക്കറ്റിലുള്ളൂ. ബിയറിഷ് മാർക്കറ്റിലോ there may be anticipated fall in the price. ഭാവിയിൽ പ്രൈസ് കുറയാം എന്ന കാരണത്താലാണ് ബിയറിഷ് മാർക്കറ്റിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. That is bearish market. There is an anticipated fall in the price. Then next one, stag is a premium hunter. They just look on the opportunities അനുസരിച്ചാണ് അവർ പെരുമാറുന്നത്. അതായത് അവർ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടുന്ന സമയത്ത് ഷെയർ വിൽക്കാം, അങ്ങനെയാണ് അവർ നോക്കുന്നത്. പ്രീമിയം ഹണ്ടർ എപ്പോഴും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരിക്കും അവർ നോക്കാം. പ്രൈസസ് ഓഫ് ദ ഷെയർ വിൽ ബി സൂൺ ഇൻക്രീസ് ചെയ്യും. അതായത് ഒരു പ്രൈസ് കുറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കൊറോണ വരുന്ന സമയത്ത് COVID-19 കൊറോണ വരുന്ന സമയത്ത് ഷെയറിന്റെ പ്രൈസുകളൊക്കെ സ്വാഭാവികമായിട്ട് കുറയും. പക്ഷേ സ്റ്റാക്ക് മാർക്കറ്റിൽ അവരെന്താ വിശ്വസിക്കുന്നതെന്ന് അറിയോ? സ്റ്റാക്ക് മാർക്കറ്റിൽ അവർ വിശ്വസിക്കുകയാണ് ഒരു അവസരം ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാവും. അപ്പോൾ ഒരു അവസരം കിട്ടുന്ന സമയത്ത്, ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് ഷെയർ വിൽക്കാം. ദാറ്റ് ഈസ് സ്റ്റാഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെയിം ഡക്ക്. ഷോർട്ട് സെയിൽ, അതായത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഷെയർ വാങ്ങുള്ളൂ. കുറച്ച് ഷെയർ വാങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വിൽക്കും. ദാറ്റ് ഈസ് ലെയിം ഡക്ക്. ദാറ്റ് ഈസ് ഷോർട്ട് സെയിൽ. നെക്സ്റ്റ് വൺ, Rabbits is a very short period of time. This also be, lame duck also be short sale, but rabbits is very short period of time. That is minute. ഒരു ഷെയർ വാങ്ങുന്നു, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് വിൽക്കുന്നു. ഓക്കെ, ഒരു ഷെയർ നിങ്ങൾ ഇപ്പോൾ വാങ്ങി 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് വിൽക്കുന്നു. ദാറ്റ് ഈസ് റാബിറ്റ്. പെട്ടെന്ന് തന്നെ, വെരി ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, ടിപ്പിക്കലി ഇൻ മിനിറ്റ്സ്. Then turtle. Slow to buy, slow to sell. Here long term strategy. Turtle എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. വാട്ട് യു മീൻ ബൈ ലോങ് ടേം? കുറേ കാലത്തേക്ക് അല്ലേ? ഒരു ഷെയർ വാങ്ങുന്നത് ഒരുപാട് കാലത്തേക്കാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു ഷെയർ നിങ്ങൾ വാങ്ങിയിട്ട് 10-15 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തുള്ളൂ, വിൽക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഷെയർ വാങ്ങുന്നത് പെട്ടെന്ന് ഷെയർ വാങ്ങുന്നില്ല. കുറേ കാലങ്ങളൊക്കെ അതിൽ നിന്ന് വിശദമായി പഠിച്ച് മെല്ലെ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഷെയർ വാങ്ങുന്നുള്ളൂ. ദാറ്റ് ഈസ് ലോങ് പീരീഡ് ഓഫ് ടൈം occur in case of turtle. Slow to buy, slow to sell and trade for the long term. They look long term frame and try to make the least possible number of traders. Yes. Wait. Yes. Pigs are biggest losers. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്ന ടീംസ് ആണ് കേട്ടോ പിഗ്സ് എന്ന് പറയുന്നത്. ബിഗസ്റ്റ് ലോസേഴ്സ്. എങ്ങനെ അവർക്ക് ബിഗസ്റ്റ് ലോസസ് എന്ന് പറയുന്നത്? ഇമ്പേഷ്യൻ്റ്, ക്ഷമയില്ല, ഹൈ റിസ്ക് എടുക്കും, എപ്പോഴും നഷ്ടം മാത്രമേ വരുള്ളൂ. ബിഗസ്റ്റ് ലോസ് വരാൻ സാധ്യതയുള്ള ടീമാണ് പിഗ് എന്ന് പറയുന്നത്. ബിഗസ്റ്റ് ലോസ് വരാൻ സാധ്യതയുള്ള ടീമാണ്.
don't do any kind of analysis. They don't do any kind of analysis. ഷെയർ വാങ്ങുന്നത് ഒരു അനാലിസിസോ ഒന്നുമില്ലാതെയാണ്. ക്ഷമയില്ല. കാരണം അതാണ് ഇംപേഷ്യൻ എന്ന് പറയുന്നത്. ഒരു പെട്ടെന്ന് തന്നെ വാങ്ങാൻ, പെട്ടെന്ന് എന്തോ ചെയ്യാൻ വേണ്ടി പറ്റുക, അത് അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയാണ് അവർക്കുള്ളത്. ബിഗ്ഗസ്റ്റ് ലോസേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് എന്താണ്? ബിഗ്ഗസ്റ്റ് ലോസേഴ്സ് എന്നാണ്. ദാറ്റ് യു ഷുഡ് റിമെമ്പർ. ചിക്കൻ. ദെൻ ഹു ആർ ഫിയർഫുൾ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. വളരെ പേടിയുള്ള കുറച്ച് കാര്യമാണ് ചിക്കൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഷെയർ മാർക്കറ്റിലെ ചില ടേമുകളാണ്. ടേംസ് ആസ് കമ്പയർഡ് ടു സം, എന്താ പറയുക, നമ്മുടെ ഒരു ഹ്യൂമൻസിനെ പോലെ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ആനിമൽസിനെ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള കുറെ ടേമുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു ജീവികളെ പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ മാർക്കറ്റിലെ ചില ടേമുകൾ തരംതിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ചിക്കൻ. ചിക്കൻ ഈസ് ഹു ആർ ഫിയർഫുൾ ഓൺ ദ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് വളരെ പേടിപൂർവ്വം നടക്കുന്ന ഒരു ടീംസിനാണ് നമ്മൾ ചിക്കൻ എന്ന് പറയുക. ദെൻ ദർ ആർ വളരെ പേടിയാണ്. ഡു നോട്ട് ടേക്ക് റിസ്ക് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവില്ല. ദാറ്റ് ഈസ് ചിക്കൻ. ദെൻ ഷീപ്പ്. These are investors who stick in one investing style. They do not change according to the market condition. മാർക്കറ്റ് കണ്ടീഷനിൽ കൊറോണ വന്നാലും എന്ത് വന്നാലും എന്ത് ചെയ്യില്ല, അവരൊരു ചേഞ്ചസും വരുന്നില്ല. അവരുടെ ഇൻവെസ്റ്റിംഗ് സ്റ്റൈലിൽ ഒരു ചേഞ്ചസും വരുന്നില്ല. അവർ സ്ഥിരമായി ഇങ്ങനെ ഒരു പാറ്റേൺ സ്വീകരിച്ച് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ വിചാരിക്കുന്നത് ഒരു വർഷം 25 ഷെയർ പർച്ചേസ് ചെയ്യണം എന്നതാണ് അവരുടെ ചിന്താഗതിയെങ്കിൽ അടുത്ത വർഷം 25 ഷെയർ തന്നെയായിരിക്കും അവർ വാങ്ങുക. അതിന്റെ അപ്പുറത്തെ വർഷം 25 ഷെയർ തന്നെയായിരിക്കും വാങ്ങുക. ദേ ഡു നോട്ട് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷനിൽ എന്ത് സംഭവിച്ചാലും അവർക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ദാറ്റ് ഇസ് ഷീപ്പ്. Sheep. Then final one, ostrich. These kinds of investors ignore all negativities. ഭാവിയിൽ വില കുറയില്ല, ഷെയറിന് വില കുറയില്ല, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയില്ല. ഓൾവേസ് ബി പോസിറ്റീവ് ചിന്താഗതി മാത്രമേ ഇവർക്കുള്ളൂ. അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഒന്നും തന്നെ ബാധിക്കില്ല. ഒരു നെഗറ്റീവ് വ്യൂ ഇല്ല. ഓൾവേസ് പോസിറ്റീവ്. അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഒന്നും ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഒന്നും ബാധിക്കില്ല. ഓക്കെ, ഹിയർ വി ക്യാൻ സീ ദാറ്റ് ബുൾ ബിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആന്റിസിപ്പേറ്റ് ദർ ഇസ് എ റൈസ് ഇൻ ദ പ്രൈസ്. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഐ വിൽ മേക്ക്. Okay, one more thing. Bulls. Wait. Makes money unethically. Ethically അല്ലാതെ, അതായത് ഒരു മാതൃകാപരമായിട്ടുള്ള കാര്യം അല്ലാതെ അൺഎത്തിക്കലായിട്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഷെയറിന്റെ പണം അൺഎത്തിക്കലായിട്ട് സ്വരൂപിക്കുക, അതൊക്കെയാണ് വോൾസ് ചെയ്യുന്നത്. ഫുൾ ഓഫ് അൺഎത്തിക്കൽ മാറ്റേഴ്സ്. അൺഎത്തിക്കലാണ്. ഓക്കെ, എത്തിക്കലായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഫുൾ ഓഫ് അൺഎത്തിക്കൽ. അവരുടെ മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് അൺഎത്തിക്കൽ. ഐ വിൽ മേക്ക് സം ക്വസ്റ്റ്യൻസ് ഫോർ യു. one question for you. Wait. Yes. One question. Biggest losses in the market. ആരാണ് ബിഗ്ഗസ്റ്റ് ലോസേഴ്സ് ഇൻ ദ മാർക്കറ്റ്? ബിഗ്ഗസ്റ്റ് ലോസേഴ്സ്, ജസ്റ്റ് തിങ്ക് ഇറ്റ്. ബിഗ്ഗസ്റ്റ് ലോസേഴ്സ് ഇൻ ദ ഷെയർ മാർക്കറ്റ്. അവരെ വിളിക്കുന്ന ഒരു കോമൺ പേരെന്താണ്? ബിഗ്ഗസ്റ്റ് ലോസേഴ്സ്. വി ക്യാൻ സീ ദാറ്റ്. ബിഗ്ഗസ്റ്റ് ലോസേഴ്സ് ആരാണ്? പിഗ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ബിഗ്ഗസ്റ്റ് ലോസേഴ്സ് എന്ന് പറയുന്ന ആരാണ്? പിഗ്സ്. ദെൻ റൈസ് ഇൻ ദ പ്രൈസ്. ഭാവിയിൽ ഷെയറിന് വില കൂടും എന്ന ചിന്താഗതിയിൽ ഷെയറുകൾ വാങ്ങുന്നത് ആരാണ്? ഓപ്ഷൻസ് കുറെ തരും. അപ്പൊ നമ്മൾ ഏതാണ് ആൻസർ ചെയ്യുക? ഭാവിയിൽ വില കൂടുമെന്ന കരുതി ഷെയറുകൾ വാങ്ങുന്നത് ആരാണ്? വി ക്യാൻ സീ ദാറ്റ് ബുൾ. ദെൻ വോൾസ് ആർ കോൾഡ് പവർഫുൾ ഇൻവെസ്റ്റേഴ്സ് ഓൾസോ. പവർഫുൾ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് വോൾസ് നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട്. ദാറ്റ് ഈസ് ദേ ആർ മേക്കിംഗ് മണി എത്തിക്കലി അല്ലാത്ത മാർഗങ്ങളിലൂടെ അവർ പണം സ്വരൂപിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് പവർഫുൾ, മോസ്റ്റ് പവർഫുൾ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ദെൻ ഓക്കെ, ദെൻ
ഏറ്റവും ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരെ പറയുന്ന ടേംസ് എന്താണ്? വെരി ഷോർട്ടർ പീരീഡ്, സോ വെരി ഷോർട്ടർ പീരീഡ് ഏതാണ്? നമുക്കറിയാം വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരാണ്? റാബിറ്റ്. ടിപ്പിക്കലി മിനിറ്റ്സിലൊക്കെ ഒരു ഷെയർ വാങ്ങുന്നു, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് വിൽക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. വെരി ടിപ്പിക്കൽ ടൈം ഓറിയന്റഡ് ഷെയർ സ്ട്രാറ്റജി occur in case of rabbits that you should remember. Then some things here, maybe one question, one chance, big chance ഉണ്ട്. ഇവിടെ നിന്ന് ഒരു ചോദ്യം വരാനുള്ള ബിഗ് ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ ഞാൻ സമ്മപ്പ് ചെയ്ത് തരാം. ഒപ്റ്റിമിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ ആണ് ബുള്ളിഷ് മാർക്കറ്റിൽ. നെഗറ്റീവ് fall in the price എന്ന പോയിന്റ് ഓഫ് വ്യൂ ആണ് ബിയറിഷ് മാർക്കറ്റിൽ. ദെൻ പ്രീമിയം ഹണ്ടർ ആണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. ദേ ലുക്ക് അറ്റ് ഓൺ ദ ഓപ്പർച്യൂണിറ്റീസ്. ലെയിം ഡക്ക് ഷോർട്ട് സെയിൽ തന്നെയാണ് ലെയിം ഡക്ക് വരുന്നത്. റാബിറ്റോ ടിപ്പിക്കലി ഇൻ മിനിറ്റ്സ്, വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ദെൻ ടേർട്ടിൽ ലോങ് പീരീഡ് ഓഫ് ടൈം, ദെൻ പിക്സ് ബിഗസ്റ്റ് ലോസേഴ്സ് ഇൻ ദ മാർക്കറ്റ് because impatient. Chicken who are fearful in the market. Then sheep, only one investing style follows. Then ostrich, ignore all negative news. Then wolves, powerful investors, they are make money unethically. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോ എനിക്ക് കൂടുതലായിട്ടുള്ള സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോകൾ ഇതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. UGC NET JRF കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഇനി എക്സാം വളരെ അടുത്ത് കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഒരുപാട് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളുടെ നല്ല കമൻസുകളൊക്കെ നിങ്ങൾ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.